ഹല്ലേലൂയ. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. അടുത്തത്, അന്വേഷിക്കുന്നവർക്കൊന്നിനും മതിയോ? പിന്നെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഫോൺ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ധ്യാനം ചോദിച്ചാൽ എന്തു പറയും? സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും. ഇതങ്ങ് പാടിക്കൊടുക്കണം, എന്നിട്ട് വീട്ടുകാരെ പഠിപ്പിക്കണം. അതുകൊണ്ട് ഇങ്ങോട്ട് ഇനി വിളിച്ചൊരു കംപ്ലൈൻറ്റും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയണം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമ്മൾ ധ്യാനത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു. നമ്മൾ ധ്യാനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു കുമ്പസാരം? അപ്പോൾ നമ്മൾ ഇന്നൊന്നും ഷെയറൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ഇന്നലത്തെ ഷെയറിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കേട്ട ക്ലാസ്സുകളും ഇന്നലെ വൈകുന്നേരത്ത് കേട്ട ക്ലാസ്സുകളും ഇന്ന് കേട്ട ക്ലാസ്സുകളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ചോ? എന്താണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവം തന്ന വലിയ ഉൾക്കാഴ്ചകൾ? പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ അത് വീണ്ടും ഒന്ന് തുടിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ ആ ചിന്തയിലേക്ക് ഒന്നുകൂടി ഞങ്ങളെ കൊണ്ടുവരണമേ. ഒന്ന് പരിശുദ്ധാത്മാവിനോട് ഓർമ്മിപ്പിക്കാൻ പറയുക. പരിശുദ്ധാത്മാവേ, എനിക്ക് ഓർമ്മിപ്പിക്കണമേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരത്തും ഇന്നും കേട്ട ക്ലാസ്സുകളിൽ പുതിയ കാര്യം എന്നെ പഠിപ്പിച്ചതെന്താ? പരിശുദ്ധാത്മാവെ, ഓർമ്മിപ്പിക്കണമേ. ഗുഡ്. ഓർമ്മയിൽ വന്നോ? അത് അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറയൂ. എന്താണ് ആ ഓർമ്മയിൽ വന്നതെന്ന് അടുത്തിരിക്കുന്ന ആളുമായിട്ട് പങ്കുവയ്ക്കുക. വചനപ്രഘോഷണം ഇവിടെ തന്നെ ആരംഭിക്കുകയാണ്. ആദ്യം നമ്മുടെ ഏറ്റവും അടുത്ത ആളോട് പറയുക. യെസ്. അതിനുശേഷം ഇവിടെ വന്ന് പറയണം. ഗുഡ്.